മണ്ഡലത്തിൽ അച്ഛ, ജൂബിലിയുടെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ പോൾ കാലിന്റെ അച്ഛ, ഇന്ന് ഇവിടെ ആശംസ അറിയിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ജോബിലി അച്ഛ, അതുപോലെ ജൂബിലിയുടെ അച്ഛൻ്റെ സാക്ഷികാരായ രണ്ട് അച്ഛന്മാരുണ്ട്. ജൂബിലിയുടെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ അനീഷ് അച്ഛനും അതുപോലെ ജോസ് മുൻപറമ്പിൽ അച്ഛനും, പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മദർ വേദികൾ സന്നിധിയിലാണ്. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ സന്നിധികളായിട്ടുണ്ട്. അതുപോലെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്ന് 2023 ജൂബിലി വർഷത്തിൽ 2023 തിരുപ്പട്ടം സ്വീകരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ നീണ്ട 25 വർഷങ്ങൾക്ക് മുന്നിട്ട് ഇന്ന് ജൂബിലിയുടെ നടന്നിരിക്കുകയാണ്. അച്ഛന് ഈ ഇവിടെ എല്ലാ സംഘടനകളിലും ഒത്തിരി സന്തോഷമാണ്. അച്ഛന് ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും, അതുപോലെ സൺഡേ സ്കൂളിൻ്റെ പേരിലും അച്ഛന് ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഇനി അച്ഛൻ്റെ ബാച്ചുകാരായ രണ്ട് അച്ഛന്മാരുണ്ട്, ജോസ് അച്ഛനും അനീഷ് അച്ഛനും. അച്ഛനും വികാരിയുടെ പേരിൽ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. നമ്മുടെ വികാരിയച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. അച്ഛനെ എല്ലാവർക്കും അടുത്തറിയാവുന്നതാണ്. ഇടവേളയിൽ ഓരോരുത്തരും അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വികാരിയച്ഛൻ. ആർക്കും എപ്പോഴും ഏത് സമയത്തും സമീപിക്കാവുന്ന ഒരു വ്യക്തി. സൺഡേ സ്കൂളിലെ കുട്ടികളുടെ ഓരോരുത്തരുടെയും പേര് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കാരണം ഓരോ കുട്ടികളെയും അച്ഛനെ കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ വർഷങ്ങളായി പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. പക്ഷെ അവർക്കെല്ലാവർക്കും കുട്ടിയുടെ പേരുകൾ കൃത്യമായിട്ട് അറിയോ എന്ന് എനിക്കറിയില്ല. അച്ഛൻ ഓരോരുത്തരെയും പേര് വിളിക്കുന്നു. തന്നെ അതുപോലെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളെ വിളിക്കുന്നവരുടെയും അതുപോലെ ഈ ഇടവാളുകളെ എല്ലാവരെയും കൊച്ചുകുട്ടി മുതൽ മുതിർന്നവരുടെ എല്ലാവരെയും അടുത്തറിയുന്ന ഒരു ഇടവക വികാരി. അതാണ് എനിക്ക് അച്ഛനെ പറ്റി പറയാനുള്ളത്. സാമ്പത്തിക പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ 24-ാം ഭാഗത്തിൽ പറയുന്നു, ഞാൻ ദാവീദ് രാജാവ് പറയുന്ന കാര്യമാണ്. ഞാൻ വിധിയില്ലാത്തത് ഞാൻ ചെയ്യുക. ദാവീദ് രാജാവ് തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും പാപത്തിന് പരിഹാരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നടക്കുമ്പോൾ അന്നത്തെ പ്രധാന പ്രവാചകൻ വന്ന രാജാവിനെ സംബന്ധിച്ച് പറഞ്ഞു, പരിഹാരം ചെയ്യണം. അതിനാൽ അരമന എന്ന് പറയുന്ന കൃഷിഭവനത്തിൻ്റെ സ്ഥലത്ത് ചെന്ന് കൃഷിഭവനോട് കുറച്ച് ഭൂമി കൃഷിസ്ഥലം വാങ്ങി ബലിപീഠം പണിത് ബലിയർപ്പിക്കുക. അപ്പോൾ രാജാവ് കൃഷിഭവനെ സമീപിച്ചു. രാജാവ് അവിടെ ചെന്ന് കൃഷിഭവൻ്റെ അടുത്ത് ചെന്ന് കൃഷിസ്ഥലം ആവശ്യപ്പെട്ടു. രാജാവ് ആണെന്നതിനെ സമീപിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് കൃഷിഭവൻ വളരെ സന്തോഷത്തോടുകൂടി സൗജന്യമായി എല്ലാം നൽകാൻ ഉറപ്പ് നൽകി. പക്ഷെ ദാവീദ് രാജാവ് അത് സ്വീകരിച്ചില്ല. രാജാവ് പറഞ്ഞു, ഇനിയില്ലാത്ത ബലി ഞാൻ എൻ്റെ കർത്താവിനെ സമർപ്പിക്കുകയില്ല. രാജാവ് 50 ശേഖരം വെളിക്കൊടുത്ത് കൃഷിസ്ഥലം വാങ്ങി ബലിയർപ്പിച്ച് കർത്താവിനെ പ്രീതിപ്പെടുത്തി. ഇന്ന് ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ അച്ഛന്മാരെ വില കൊടുത്ത് ബലിയർപ്പിക്കുന്ന അതിൻ്റെ സന്തോഷത്തിനും സംതൃപ്തിയുമാണ്. ഏത് ജീവിതാവസ്ഥയിലുമുണ്ട് വില കൊടുക്കല്. പക്ഷേ ഒരു പുരോഹിതനെ സംബന്ധിച്ച് തൻ്റെതായ എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെച്ച് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയുള്ള മാത്രം വിളക്കുന്നു. അതൊരു വലിയ വില കൊടുക്കൽ